അല്ല ഇപ്പോൾ പറഞ്ഞു വന്ന ഒരു സംഭവം ഒന്ന് ഇന്ത്യ അസ്ഥിരപ്പെടുത്തുവാൻ ഇന്ത്യയുടെ വളർച്ച ഇന്ത്യ അസ്ഥിരപ്പെടുത്തുവാൻ ഇന്ത്യക്ക് ചുറ്റും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു തന്ത്രം അത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പയറ്റപ്പെടുന്നുണ്ടാകണം. അപ്പോൾ അവർ അതിനുള്ള വിത്തുകൾ ഓൾറെഡി ഇവിടെ പാകിയിട്ടുണ്ട്. ഇവിടെ പട്ടാളത്തിലും പോലീസിലും മീഡിയയിലും NGOകളുടെ എല്ലാം അവരുടെ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് തല പൊക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമി ആ രീതി പവർഫുള്ളാണ്. പിന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ദേശീയ വികാരം അതിശക്തമാണ്. ഇൻക്ലൂഡ് ഇവിടെ CPM നിങ്ങൾ ചോദിച്ചാൽ ബുദ്ധിജീവികളായ നേതാക്കന്മാർ വല്ല പോയെങ്കിലും അവർ നല്ല ദേശീയ വികാരമുള്ള ആളുകളാണ്. യുദ്ധമൊക്കെ വന്നാൽ അവരുടെ സ്വഭാവമാകും. ഇനി BJP ഏതാണ് CPM ഏതാണ് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവരാണല്ലോ ഏറ്റവും കൂടുതൽ കുറച്ച് റിബലായിട്ട് നിലപാടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ അതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. വിതച്ചിട്ട വിത്തുകളും ധാരാളമുണ്ട്. ദേശീയബോധം കുറവാണ്. അവർക്ക് പ്രാദേശികവാദമാണ്. അവർക്ക് തമിഴകം എന്ന രാജ്യം സൃഷ്ടിക്കുകയാണ്. ഈ വിജയ് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്ന ഭാഷ പലപ്പോഴും ദേശീയതയുമായി ചേർന്ന് നിൽക്കുന്നതല്ല. ദേശീയത ഡസൻറ്റ് മീൻ RSS ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ദേശീയത എന്ന് പറയുന്നതിനെ മൊത്തം RSS ആക്കി ചിത്രീകരിക്കുന്ന ഒരു സംഭവമുണ്ട്.